Next, question number 9. Show that the subset R square consisting of all point x square plus y square equal to 1 is not in the subspace. ഇവിടെ W എന്ന് പറഞ്ഞാൽ എക്സ് വൈ എലമെന്റ് ആർ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സർക്കിൾ. ഇതാണ് യൂണിറ്റ് സർക്കിൾ. ഇതാ ഈ സർക്കിളിലെ പോയിന്റാണ് എക്സ് വൈ പ്ലെയിനിലെ ഈ സർക്കിളിലെ പോയിന്റ്. ഈ സർക്കിൾ പോയിന്റിന്റെ ഫോം എന്തായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ സർക്കിളിലെ പോയിന്റ് മാത്രം നോക്കിയാൽ മതി. ഇത് ഒരു സബ്സ്പേസ് ആണെന്ന്. ഇതാ 0 ഇവിടെയാണുള്ളത്. അപ്പോൾ 0 ഇതിൻ്റെ അകത്തില്ല. എന്താ 0 ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് W. ഈ സർക്കിളാണ് W. ഈ സർക്കിളാണ് W. അപ്പോൾ 0 ഈ സർക്കിളിലില്ല. ഇനി ഇത് കേട്ടോ 10 ഈ സർക്കിളിലെ എലമെന്റ് ആണ്. ഇതാ ഈ പോയിന്റ് 10 ഈ സർക്കിളിലെ എലമെന്റ് ആണ്. 01 ഇതാ ഈ പോയിന്റ് 01ഉം ഈ സർക്കിളിലെ എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് യു ഇത് വി. യു പ്ലസ് വി എന്തായിരിക്കും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 1 ആണ് കിട്ടുക. ഇവിടുത്തെ പോയിന്റ് ആണ് കിട്ടുക 1. ഇത് സർക്കിളിലെ പോയിന്റ് അല്ല. അപ്പം ക്ലോഷർ അണ്ടർ അഡീഷനും ശരിയല്ല. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റ് നോക്കാം. യു 10 ആണെന്ന് വിചാരിക്കുക. ഇതാണ് 10. ഇതിനെ നമ്മൾ സി കൊണ്ട് മൾട്ടിപ്ലൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 10 20 എന്നാണ് കിട്ടുക. 20 എന്തല്ല 20 ഇവിടെയാണ് വരിക. ഇത് 20 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയാണ് 20 വരിക. അതും ഈ സർക്കിളിലെ എലമെന്റ് അല്ല. അപ്പം എന്തല്ല? ഈ സർക്കിള് ഒരു സബ്സ്പേസ് അല്ല. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് അല്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. ഡിറ്റർമിൻ വെദർ ഈച്ച് സബ്സെറ്റ് ഈസ് എ സബ്സ്പേസ് ഓഫ് ആർ ക്യൂബ്. ആർ ക്യൂബിന് സബ്സ്പേസ് ആണ് എന്ന് വെച്ചാൽ സ്പേസിന്റെ. നേരത്തെ നമ്മൾ ആർ സ്ക്വയർ ആണ് പ്ലെയിൻ്റെ സബ്സ്പേസ് ആണെന്ന് നോക്കിയത്. ഇനി ഇത് സ്പേസിന്റെ സബ്സ്പേസ് ആണെന്ന് നോക്കണ്ടേ. W ഈക്വൽ ടു x1 x2 1. x1 ആൻഡ് x2 ആർ റിയൽ നമ്പേഴ്സ്. ഇതാണ് ആദ്യത്തെ നോക്കുന്നത്. ഇതിൻ്റെ അകത്ത് x1ഉം x2ഉം നമുക്ക് 0 ആയാലും മൂന്നാമത്തെ കോർഡിനേറ്റ് 1 ആണ്. അപ്പോൾ 0 ഇതിലുണ്ടാവില്ല. ഒറിജിൻ ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. എക്സ് വൈ പ്ലെയിനിൽ നിന്നും ഒരു യൂണിറ്റ് മുകളിലേക്ക് കയറി ആണ് സെറ്റ് പ്ലെയിൻ ഉള്ളത്. അപ്പോൾ 0 ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ഇതിൻ്റെ തേർഡ് എലമെന്റ് 0 ആണ്. അപ്പം 0 ഈ ഡബ്ല്യുവിൻ്റെ അകത്തില്ല. അതുകൊണ്ട് അതൊരു ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് എയിലെ W ഒരു സബ്സ്പേസ് അല്ല. ദെൻ സെക്കൻഡ് കണ്ടീഷൻ നമുക്ക് നോക്കാം. സെക്കൻഡ് പ്രോബ്ലം x1 പ്ലസ് x3 x1 x3 ആർ റിയൽ നമ്പേഴ്സ്. ഇതാണോ എന്നാണ് നോക്കുന്നത്. ബി ഇതാണ് നോക്കുന്നത്. അപ്പം x1ഉം x3യും 0 ആണെങ്കിൽ x1 പ്ലസ് x3 0 ആണ്. അപ്പം 0 ഡബ്ല്യൂവിലെ എലമെന്റ് ആണ്. ഇനി യു ഇതാണ്, വി ഇതാണ്. അങ്ങനെയാണ് യു പ്ലസ് വി എന്തായിരിക്കും? യു പ്ലസ് വി ഏത് ഫോമിലാന്ന് നോക്കണം. യു പ്ലസ് വിൻ്റെ അകത്ത് ഫോം നോക്കണം. യു പ്ലസ് വി എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് യു പ്ലസ് വി. ഇതിൻ്റെയും കൂടെ സമ്മാണ് ഇത്. അപ്പം തന്നിരിക്കുന്ന ഫോമിലാണ് ഇതിൻ്റെയും x1ൻ്റെ x3യുടെ സമ്മാണ് മിഡിലിൽ ഉണ്ടാകേണ്ടത്. അപ്പം യു പ്ലസ് വിയും എഡിലുണ്ടായതിൻ്റെ സമ്മാണ് മിഡിലുള്ളത്. അപ്പം യുവും വിയും ഡബ്ല്യൂയിലുണ്ടെങ്കിൽ യു പ്ലസ് വിയും ആ ഫോമിലാണ്, ഡബ്ല്യൂയിലുണ്ടാവും. അപ്പം ആ ഫോമിലാണ്. ഇനി അടുത്തത് സി, മൂന്നാമത് x1ഉം x3യുടെ സമ്മാണ് x1 പ്ലസ് x3. അങ്ങനെ സി എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെയും കൂടെ സമ്മാണ് മിഡിലുള്ളത്. അപ്പം ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഡബ്ല്യൂവിലെ എലമെന്റ് ഡബ്ല്യൂവിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് എന്താണ് ഈ W എന്ന് പറയുന്നത് x1ൻ്റെ x3യുടെ സമ്മാണ് മിഡിലുള്ള എലമെന്റ് എങ്കിൽ, അങ്ങനെയാണ് W ഫോം ചെയ്തതെങ്കിൽ ഈ ഡബ്ല്യുവിൻ്റെ അകത്ത് 0 ഉണ്ടാവും. യുവും വിയും ഡബ്ല്യൂയിലുണ്ടെങ്കിൽ യു പ്ലസ് വി ഡബ്ല്യൂയിലുണ്ടാവും. പിന്നെ യു ഡബ്ല്യൂയിലുണ്ടെങ്കിൽ സി യുവും ഡബ്ല്യൂ ഉണ്ടാവും. അപ്പോൾ W ഒരു സബ്സ്പേസ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ്. ഡെഫിനിഷൻ: എ വെക്ടർ V in a vector space V is a linear combination of vectors u1, u2, un. In V,
when V can be written in the form V equal to C1 U1 plus C2 U2 plus CK UK where C1 C2 CK are scalars. ഇതാണ് നമ്മൾ ഒരു V എന്ന് പറയുന്ന വെക്ടർ U1 U2 and UN-ന്റെ ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ ഈ V യെ നമുക്ക് C1 U1 plus C2 U2 plus CK UK എന്ന് എഴുതാം. ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1. ഇപ്പം സ്പേസിലെ R3യിലെ ഒരു വെക്ടേഴ്സാണ്, R3യിലെ വെക്ടേഴ്സാണ് എസ് എന്ന് വെച്ചാൽ ഇത് U1 U2 U3 ഇതാണ്. അല്ലെങ്കിൽ അതിനെ V1 V2 V3 നിർത്തുമോ? V1 V2 V3 V1 V2 V3 V1 ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് V2 ആൻഡ് V3. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ V1നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ V1നെ V2വിൻ്റെയും V2 ഇതാണ് ഇത് V2 3 into V2 പ്ലസ് V1 എന്ന് എഴുതാം. 3V2 പ്ലസ് V3 3V2 പ്ലസ് V3 എന്ത് കിട്ടും? V1 കിട്ടും. അപ്പോൾ V1 എന്താണ്? V1 V2വിൻ്റെയും V3യുടെയും ലീനിയർ കോമ്പിനേഷനാണ്. ഇതാണ് V1 that is equal to 3V2 പ്ലസ് V3. അപ്പം ഈ V1 എന്താ? V1 V2വിൻ്റെയും V3യുടെയും ലീനിയർ കോമ്പിനേഷനാണെന്ന് പറയും. വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇതാ മെട്രിക്സ് 2x2 മെട്രിക്സ് ഇതാണ് V1 V2 V3 V4 V1 V2 V3 V4. ഇതിൽ നമ്മൾ V1നെ എന്ത് ചെയ്യാൻ പറ്റും? V1 എന്ന് പറയുന്നത് ഇതാണ് V1. ഈ V1 എന്ത് ചെയ്യാൻ പറ്റും? V2 പ്ലസ് 2V3 V2 പ്ലസ് 2V3 മൈനസ് V4 എന്ന് എഴുതാൻ പറ്റും. അപ്പം V1 ഈസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് V2 V3 V4 എന്നാണ്. ഇതാണ് V1 ഈസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് V2 V3 V4. അപ്പം ഒരു വെക്ടർ V U1 U2 UKയുടെ ലീനിയർ കോമ്പിനേഷൻ ആണെങ്കിൽ V ഈക്വൽ ടു C1 U2 പ്ലസ് C2 U2 പ്ലസ് CK UK എന്ന് എഴുതാൻ പറ്റണം. ഓക്കെ.